ശക്തമായ ഒരു ഐതിഹ്യത്തിന്റെ പിൻബലമുണ്ട്. ദാരിക നിഗ്രഹത്തിനു ശേഷം കലികൊണ്ട് തുള്ളിയലറി താണ്ഡവമാടി കൈലാസത്തിലേക്ക് തിരിച്ച ഭദ്രകാളിയുടെ ഓർമ്മ ശമിപ്പിക്കാൻ പിതാവ് പരമശിവനും ഭൂതഗണങ്ങളും ചേർന്ന് ആലോചിക്കുന്നു. വാദ്യമേളങ്ങൾ, തുള്ളലുകൾ, ഹാസ്യസംവാദങ്ങൾ, കാളിയുടെ രൂപം കെട്ടിയാടൽ, അങ്ങനെ പലതും. എന്നിട്ടും കലി ശമിക്കാത്ത ഭദ്രകാളി കൈലാസ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് കടന്നു പോകുന്ന പോക്കിൽ തന്റെ രൂപം കളമെഴുതി പാട്ടുപാടുന്നത് കണ്ടു. ഭദ്രകാളി രൂപം എഴുതിയ കളം കണ്ട് ഒരു നിമിഷം ചുണ്ടിൽ ചിരിയൂറി കളത്തിലേക്ക് ഒന്നുകൂടി നോക്കിയ കാളിയുടെ ചിരി പൊട്ടിച്ചിരിയായി. അങ്ങനെ കാളിയുടെ കലിയടക്കി സന്തോഷവതിയാക്കാൻ ഉപകരിച്ച കലാരൂപം പടയണിയായി. കാലക്രമത്തിൽ നാടിന്റെ നന്മയെ കുതിച്ച കരനാഥന്മാരുടെ തണലിൽ പടയണി ഒരു അനുഷ്ഠാന കലയായി. ഗണപതി, മറുത, സുന്ദരേക്ഷി, അന്തരേക്ഷി, അരക്കീക്ഷി, കാലേക്ഷി, മായയക്ഷി, പിശാച്, മാടൻ, പക്ഷി, കാലൻ, കുതിര, നായ്, കാഞ്ഞിരമാല, ഭൈരവി, രക്തചാമുണ്ഡി തുടങ്ങിയ കോലങ്ങളാണ് പാട്ടിന്റെയും അതിനൊത്ത തപ്പുതാളത്തിന്റെയും അകമ്പടിയോടെ കളത്തിൽ ഉറഞ്ഞു തുള്ളുന്നത്. തലയിൽ എടുത്തു തുള്ളുന്ന ഭൈരവിക്കോലങ്ങൾക്ക് 16 പാള, 32 പാള, 64 പാള, 101 പാള എന്നിങ്ങനെയാണ് വലിപ്പം. ചട്ടത്തെക്കോലത്തിന് 1001 പാളകളും കാണാം. കറുപ്പ്, മഞ്ഞ, പച്ച, ചുവപ്പ്, വെളുപ്പ് ഇങ്ങനെ 5 നിറങ്ങളാണ് പുറം ചെത്തിമിനുക്കിയ പച്ചപ്പാളയിൽ കോലങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്നത്. മാവില വാട്ടിക്കരിച്ച് അരച്ചെടുത്ത കറുപ്പ് നിറവും മഞ്ഞച്ചെണ്ണ ഇടിച്ചുപിടിഞ്ഞ് നീരെടുത്ത മഞ്ഞ നിറവും ചെങ്കല്ല് വെച്ച് ചുവപ്പും പുറം ചെത്തിയ പാള കൊണ്ട് പച്ച നിറവും നിർമ്മിക്കും. പച്ചപ്പാള ചെത്തിയൊരുക്കി കോലങ്ങൾ വരയ്ക്കുന്നു. പാളയിലെ ജലാംശം ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതിനാൽ വരച്ച കോലങ്ങൾ നിറം മങ്ങാതെ നിൽക്കും. കോലങ്ങൾ വരച്ച രീതിയിലോ ഉപയോഗിച്ച നിറത്തിലോ പിശക് പറ്റിയാൽ പാള അപ്പാടെ തന്നെ മാറ്റണം. കുരുത്തോലയുടെ മടൽ കീറിയെടുത്ത് അഗ്രം ചതച്ച് കോലം വരയ്ക്കാനുള്ള ചായക്കോലുണ്ടാക്കുന്നു. ചെത്തിയെടുത്ത് മനോഹരമാക്കിയ പാളകളിൽ കോലത്തിന്റെ ഭാഗങ്ങൾ പ്രത്യേകം എഴുതുന്നു. പിന്നെ കോലങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച് ഉണ്ടാക്കിയ ചട്ടങ്ങളിൽ ഓരോ ഭാഗങ്ങളും പച്ച ഈർക്കിൽക്കൊണ്ട് തുന്നിപ്പിടിപ്പിക്കുന്നു. ലത, നാഗക്കെട്ട്, ചുഴിക്കെട്ട് തുടങ്ങി അനവധി രചനാരീതികളാണ് കോലമെഴുത്തിൽ ഉപയോഗിക്കുന്നത്. ഉരുട്ടിക്കിട്ടിയ ഓലമടലുകളുടെ തുഞ്ചാണികളാണ്